പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ സിവിൽ സർവീസിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വിഭാഗമാണ് IAS ഉദ്യോഗസ്ഥർ. ചീഫ് സെക്രട്ടറി മുതൽ നൂറുകണക്കിന് സർക്കാർ സർവീസിൽ സുപ്രധാനവും നിർണായകവുമായിട്ടുള്ള തസ്തികകൾ സ്ഥിരമായി അലങ്കരിക്കുന്നത് IAS ഉദ്യോഗസ്ഥന്മാരാണ്. IAS ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് ഗവൺമെൻറ് പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നത്. അതായത് ഗവൺമെൻറ് മന്ത്രിസഭാ തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നത് പ്രധാനമായും IAS ഉദ്യോഗസ്ഥന്മാർ, വകുപ്പ് തലവന്മാർ, ചീഫ് സെക്രട്ടറി മുതൽ വകുപ്പ് തലവന്മാരൊക്കെ IAS ഉദ്യോഗസ്ഥന്മാരാണ്. അവരിലൂടെയാണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നത്. ആ IAS ഉദ്യോഗസ്ഥന്മാർ അവർ സർക്കാരിൻ്റെ ചട്ടുകങ്ങളാകാൻ പാടില്ല എന്നതാണ് നിയമം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അവരാണെങ്കിലും അവർ ഖജനാവിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവർ സർക്കാരിൻ്റെ തീട്ടൂരങ്ങൾ നടപ്പിലാക്കുക മാത്രമല്ല അതല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെൻറ് പറയുന്നത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, കാലാകാലങ്ങളിലിരിക്കുന്ന സർക്കാരുകൾ IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഏറെയും കുറഞ്ഞുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഇടതുപക്ഷ സർക്കാരിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, വലതുപക്ഷ സർക്കാരിരുന്നപ്പോഴും കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് IAS ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കോടാലിക്കൈയാണ് എന്ന് ഭരണകൂടം വിശ്വസിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്? നമുക്ക് മനസ്സിലായത് ഇപ്പോൾ അടുത്ത് നടന്ന 1-2 സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് സർക്കാരിൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിലാണ് നമുക്കത് മനസ്സിലായത്. എന്താ മനസ്സിലായത്? ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് അധ്യക്ഷന്മാർ അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി 3ാം ഭരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്ന് പരസ്യമായി പറയുകയാണ്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ IAS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടപ്പിലാക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ IASകാരെ അവരടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതിനുള്ള തങ്ങളുടെ കോടാലിക്കൈയാണെന്ന് വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയും കൂട്ടരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് 3ാം ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ചെല്ലുന്ന ഒരു വലിയ യോഗത്തിൽ 3ാം ഭരണമാണ് തങ്ങളുടെ ലക്ഷ്യം, അതിനുവേണ്ടി IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ തന്നെ സംഭാഷണ ഒരു ഓഡിയോയിൽ കൂടെ നമ്മൾ കേട്ടതാണ്. ആ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയും വകുപ്പ് അധ്യക്ഷന്മാരും ഒക്കെ ഇരിക്കുകയാണ്. തീർത്തും നിയമവിരുദ്ധമല്ലേ ആ നടപടി എന്നാലോചിച്ച് നോക്കി. ഇപ്പോൾ പിണറായി വിജയൻ 3ാം ഭരണം വരണം എന്ന് എങ്ങനെയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അയാൾക്ക് ആഹ്വാനം ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളായതുകൊണ്ട് അയാളത് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് അയാളത് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരുടെ അതിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നമ്മൾ ചെറിയ തോതിൽ ഇത് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. എങ്ങനെയാണ്? ദിവ്യ S അയ്യർ എന്ന് പറഞ്ഞൊരു IAS ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ അദാനിയുടെ പോർട്ടിലെ എന്തോ മാനേജിങ് ഡയറക്ടർ എന്തോ ആണ്. അവർ പരസ്യമായി വന്ന് സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും വളരെ മ്ലേച്ഛമായി ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് ആ ജോലിയിൽ നിന്ന് മാറി കണ്ണൂരിലേക്ക് പോയപ്പോൾ അയാളെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് ഈ IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള ദിവ്യ S അയ്യർ വന്നത് നമ്മളൊരല്പം ഞെട്ടിയതാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു പുതിയ ഉദാഹരണം വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സെക്രട്ടേറിയറ്റ് ലെവൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം നടക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ. ആ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥ പരസ്യമായി ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സ്റ്റേറ്റ്
ഇഫ് UDF കംസ് ബാക്ക് ടു പവർ. ഏത് ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥരുടെ പേരെനിക്കറിയാം, നാളെ ഏതെങ്കിലും സമയത്ത് ഞാനത് പുറത്ത് പറയാനും സാധ്യതയുണ്ട്. അവർ പച്ച പരസ്യമായി അവർ സെക്രട്ടറി ലെവൽ ഒരു യോഗത്തിൽ ചോദിക്കുകയാണ്, UDF അധികാരത്തിൽ വന്നാൽ ഈ സർക്കാരിന് എന്ത് സംഭവിക്കും? അവർക്ക് ആശങ്കയാണ്, അവർക്ക് ആകുലതയാണ്. അവർ പരസ്യമായി ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സ്റ്റേറ്റ് ഇഫ് UDF കംസ് ബാക്ക് ടു പവർ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ്. കാരണം അവരുടെ നോട്ടത്തിൽ കഴിഞ്ഞ 10 വർഷമായി CPM ഇങ്ങനെ അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് CPM ആണ് ഇനി അധികാരത്തിൽ വരേണ്ടത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കുകയാണ്, UDF വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്ത് ചെയ്യും, എന്ത് പറ്റും ഈ സംസ്ഥാനത്ത് നിന്ന് അവർ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്ന എന്താ? ഈ സർക്കാരും ഗവൺമെൻറ്റും, സർക്കാരും ഈ പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഡിവൈഡിങ് ലൈൻ അങ്ങ് നേർത്തതായി ചുരുങ്ങുകയാണ്. പാർട്ടിയാണ് ഗവൺമെൻറ് എന്ന IAS ഉദ്യോഗസ്ഥന്മാർ പോലും ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു ഗുജറാത്തിൻ്റെ കാര്യം. ഗുജറാത്തിൽ 2002 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസും BJP ഒക്കെ മാറി ഭരിക്കുവാൻ. 2002 മുതൽ 2026 വരെ ഗുജറാത്തിൽ BJP ആണ് അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. 2002 മുതൽ 24 വർഷമായിട്ട് അവിടെ BJP ആണ് അധികാരത്തിൽ. അപ്പോൾ 2002 അവിടെ ജോലിയിൽ കയറിയ IAS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ BJP സർക്കാരിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ 24 വർഷമായി BJP സർക്കാരാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ 2002 മുതൽ ജോലിക്ക് കയറിയ IAS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം BJP ആണ് അവിടുത്തെ സർക്കാർ. കാരണം അവർ BJP സർക്കാരിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് BJPയുടെ ഒരു ജില്ലാ സെക്രട്ടറി വന്ന് എന്തെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞാൽ അവരപ്പോൾ തന്നെ ചെയ്തു കൊടുക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് സർക്കാർ. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. AKG സെൻ്ററാണ് സെക്രട്ടേറിയറ്റ് എന്ന് IAS ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനോട് ശ്രമിക്കുക. എത്ര അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയാണ് സർക്കാർ, പാർട്ടി പറയുന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്, പാർട്ടിയുടെ നയമാണ് സർക്കാരിൻ്റെ നയം എന്ന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോലും ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ നീചമായിട്ടുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്നത്. അതുകൊണ്ട് ഈ വാട്ട് വിൽ ഹാപ്പൻ ടു ദ സ്റ്റേറ്റ് ഇഫ് UDF കംസ് ബാക്ക് ടു പവർ എന്ന് ഏത് IAS ഉദ്യോഗസ്ഥയാണ് പറഞ്ഞത് എന്ന് അവർ ഈ വീഡിയോ കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യമാകും. അവരൊരു മലയാളി തന്നെയാണ് എന്നാണ് എനിക്ക് അവരുടെ പേര് കേൾക്കുമ്പോൾ അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഈ വീഡിയോ ആ IAS ഉദ്യോഗസ്ഥയും കേൾക്കുന്നുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് ഈ IAS ഉദ്യോഗസ്ഥയുടെ പേര് പരസ്യമായി പറയാൻ ഞാൻ നിർബന്ധിതനാവും എന്ന് ഈ IAS ഉദ്യോഗസ്ഥർ, അതായത് UDF സർക്കാർ വന്നാൽ കേരളത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആകുലപ്പെടുന്ന ഈ IAS ഉദ്യോഗസ്ഥർ എനിക്ക് പറയാനുള്ളത്, ഇനി ഇത് ആവർത്തിക്കരുത്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ചാട്ടകങ്ങളാകുക എന്നുള്ളതല്ല. ഏത് സർക്കാരാണോ ഇരിക്കുന്നത് ആ സർക്കാരിനെ സേവിക്കുക എന്നുള്ളതാണ് IAS ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. അത് ചെയ്യണം. അതിനപ്പുറം കടന്നു പോയാൽ പേര് ജനങ്ങളോട് പറയേണ്ടി വരും എന്ന് മാത്രമാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ഈ പറഞ്ഞ IAS ഉദ്യോഗസ്ഥയോട് പറയാനുള്ളത്.